വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തമൂസ് ഹെവൻ. അപ്പോൾ ഇത് നമ്മുടെ ഫിലിം വ്ളോഗ്. അപ്പോൾ നമ്മൾ കൂലി സിനിമയ്ക്ക് വേണ്ടി പോവുക. നോർമലി നമ്മൾ എല്ലാവരും ഒരു ബാഡ് റിവ്യൂ, ഒരു ആവറേജ് ആ ഒരു റിവ്യൂ എല്ലാവരും കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ പോയിട്ട് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെക്റ്റേഷനോ ഫസ്റ്റത്തെ നമ്മൾ സിനിമ കാണുന്ന ഒരു ലോകേഷ് സിനിമ കാണുന്ന ഒരു എക്സ്പെക്റ്റേഷനോ ഒന്നും കൊടുക്കാണ്ട് നമ്മുടേതായ സ്വയം അഭിപ്രായം എന്താണോ ഉള്ളത് അത് ഓപ്പണായിട്ട് റിയലായിട്ട് ഒന്ന് നമ്മൾ പറഞ്ഞിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സാധാരണ നമ്മൾ മിക്ക വീക്കെൻഡും ഫിലിമിന് പോകുമ്പോഴത്തേക്കും 10-20 ഷോയ്ക്ക് എടുക്കാറ്. 10-20 ഷോയ്ക്ക് എടുക്കുമ്പോൾ ഇവിടെ ഓരോരുത്തന്മാർ ഇറങ്ങുന്നത് 10 മണിക്കും 10-10-നും 10-10-നൊക്കെ ഇറങ്ങണം. അപ്പം അതിൻ്റെ കൂടെ ഒരു വ്ളോഗ് നമ്മൾ എടുക്കുന്നതായിരിക്കും. എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. വാട്ട് ഈസ് ദിസ്? ഈ 6 പേരിൽ എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. രേണുസുതി നമുക്ക് എത്ര ഒരു ബ്ലാക്കടാ? എത്ര ഒരു ബ്ലാക്ക്? സാരി ബ്ലാക്ക്. പാൻറ്റോ? എന്ത് പാൻറ്? അതിന് നമ്മുടെ പാൻറ് നിനക്ക് ചേരുവോ? അപ്പുറത്ത് താഴെ ഫ്രൈ വേണ്ട, എൻ്റെ നല്ല ഫ്രൈ ഉണ്ട്. യു ഓൾസോ? വൈ ദിസ് കൊലവറി? ഓ ലുക്കിംഗ് ഗുഡ്. Oh my god, why everybody is black? Yeah. Oh, you are so black. Yeah. Why camera ഞാനും എല്ലാരും ബ്ലാക്കാ? ഞാൻ വീണ് പറഞ്ഞു. നീ എന്തിനാ തപ്പി കളിക്കണേ? അല്ലേ കണ്ടില്ലടാ? അയ്യേ കൊള്ളില്ല, അയ്യേ ഒട്ടും കൊള്ളില്ല. ഗോപിക്ക് പാഡ് ഇട്ടപ്പോ കന്നാസം കടലാസിൽ വ്യവഹാരത്തേക്ക് പോയി. സാരി കാണിച്ചോ ഗോപി? എന്താ നാളെ നോക്ക്. അനക്കിന് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഡിസ്ക് കംപ്ലൈന്റ് ആയില്ലേ? നാളെ എത്ര ബ്ലാക്ക് ആയത്? ബുദ്ധിയുള്ള പിള്ളേർ പോ. അവര് താഴെ പോയാ? അയ്യോ, എക്സ്പെക്ടേഷൻ ഉണ്ടോ ബ്രോ? കാരണം എന്തായാലും റിവ്യൂ എല്ലാം കഴിഞ്ഞു. എന്തായാലും തലയോറിന്റെ എന്തെങ്കിലും ഒരു സാധനം കാണും. അനിരുദ്ധിന്റെ BGM കാണും, കുറച്ച് സിനിമാറ്റോഗ്രാഫി കാണും. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫീസ് എല്ലാ സാധനം എന്താ ഒരു വൺ ടൈം വാച്ചബിൾ ആയിരിക്കും എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷ എനിക്കുണ്ട്. ഭയങ്കര നമ്മള് LCO ഒക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പണിപാള്. പക്ഷെ എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ച് പോയിട്ടാണ് ആ ഒരു പണി പാളിയതാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? ഫസ്റ്റ് ഡേക്കൊക്കെ കയറിയില്ലേ ഫസ്റ്റ് ഡേ ഷോ? അപ്പൊ അതിന് അവർക്ക് ആ ഒരു ഫീല് കിട്ടി കാണില്ല. കാരണം അവരൊക്കെ എന്തേലും ഹിഡനായിട്ട് LCOന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ആ രീതിക്ക് പ്രതീക്ഷിച്ചു വന്നായിരിക്കും. അതായത് നമുക്ക് കണ്ടുനോക്കാം. ക്യാമിയോ റോള് അങ്ങനെ നമ്മൾ തിയേറ്റർ എത്തിയിട്ടുണ്ട്. लेकिन नियमित उपचार शुरू होते ही टीबी रोगी से दूसरों में बीमारी का संक्रमण बंद हो जाता है। यहाँ तक कि सिर्फ അപ്പോൾ ഗായ്സ് ഞങ്ങള് കൂലി കണ്ടു. ഞാൻ റിവ്യൂ ആയിട്ട് പറയുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ കയ്യിൽ നിന്ന് പോയി. ലോകേഷിൻ്റെ കരിയറിലെ ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ ഒരു ഫ്ലോപ്പ് സിനിമയായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഒരു സ്റ്റോറി ലൈൻ എന്നുള്ള സാധനം അങ്ങനെ ഇല്ലായിരുന്നു. ഒരു സ്റ്റോറി ആയിട്ട് പറയില്ലായിരുന്നു. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്
ചെയ്തൊരു സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന ക്യാരക്ടറായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന് തുമ്പീനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ ഒരു പുള്ളിക്കാരൻ ചെയ്യാൻ വയ്യാത്ത പോലത്തെ ഒരു അഭിനയമൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ നല്ലതായിട്ട് ചെയ്തു. നാഗാർജുനൻ്റെ ഒരു നല്ലൊരു സ്വാഗം, പുള്ളിയുടെ ആ ഒരു സ്വാഗ് ലെവലെല്ലാം അതെല്ലാം പൊളിയായിരുന്നു. അതുപോലെ പിന്നെ സൗബിനും ഒരു രക്ഷയില്ലാണ്ട് ചെയ്തു. വേറെ എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നും ഇല്ലെന്ന് തന്നെ പറയണം. വളരെ നിരാശയായിപ്പോയി. നമ്മൾ ലോകേഷിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോയ സാധനങ്ങൾ ഇതല്ലായിരുന്നു. എന്തെങ്കിലും ഇപ്പം ഇത്ര ഒരു റിവ്യൂ വന്ന സമയത്ത് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. നോർമലൊരു പടം കാണുന്ന ഒരു രീതിയിൽ നമ്മൾ കാണാൻ പോയി. പക്ഷേ അത് ഇപ്പം എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ സാധാരണ ഞാനും ഒരു സിനിമേനെയും കുറ്റം പറയാത്ത രീതിയിലാണ്, കുറ്റമായിട്ട് പറയുന്നതല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അത് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, എന്തോ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫീൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഒരു സിനിമ ആ ഒരു സിനിമയുടെ ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവന്നിട്ടില്ല പുള്ളി. ഒരു സ്റ്റോറിയിൽ ഒരു ബേസ് സ്റ്റോറി പോലും എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു മസാല പോലെ എന്തൊക്കെയോ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്തത് പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതുപോലെ നമ്മുടെ അമീർ ഖാൻ എന്തിനു വന്നു, പുള്ളിന് ഒരുമാതിരി പൊട്ടരാക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറായി പോയി. ചുമ്മാ വന്നിട്ട് ഒരു ബീഡി വാങ്ങി വലിച്ചിട്ട് ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങി ഒരു ബീഡി വാങ്ങി വലിച്ച് പോയൊരവസ്ഥയായിപ്പോയി. പുള്ളീനൊരുമാതിരി പൊട്ടൻ ക്യാരക്ടർ പോലെ പുള്ളി ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത പടത്തിൽ നമുക്ക് പിടിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്താ അറിയില്ല, നോക്കാം. അപ്പോൾ ഓക്കെ, അടുത്തതിൽ പിടിക്കാം.